ഭാര്യാഭർത്തൃബന്ധത്തിലെ വളരെ ആഴത്തിലുള്ള, എന്നാൽ ഭൂരിഭാഗം പുരുഷന്മാരും ശ്രദ്ധിക്കാൻ മറന്നുപോകുന്ന നിശബ്ദമായൊരു സത്യത്തെക്കുറിച്ചാണ്. ഒരു ഭർത്താവ് തന്നിൽ തൻ്റെ സർവസ്വവും അർപ്പിച്ചു സ്നേഹിക്കുന്ന ഭാര്യയെ വാക്കിനാൽ മുറിപ്പെടുത്തുമ്പോഴോ പ്രവൃത്തികൾ കൊണ്ട് തളർത്തുമ്പോഴോ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ഗൗരവമായി ചിന്തിച്ചിട്ടുണ്ടോ? ആ വേദനയുടെ അപ്പുറം അവളിൽ സംഭവിക്കുന്ന മാറ്റം ഒരു അഗ്നിപർവ്വതം പുകയുന്നതുപോലെയാണ്. പുരുഷന്റെ കഴിവുകേടും ആ മഹാനിധിയും. സാധാരണയായി ഒരു പുരുഷൻ തൻ്റെ പങ്കാളിയെ വാക്കുകളാലോ പെരുമാറ്റം കൊണ്ടോ വേദനിപ്പിക്കുമ്പോൾ അയാൾ വിചാരിക്കുന്നത് അവൾക്ക് വിവരമില്ലെന്നോ അല്ലെങ്കിൽ അവൾ തനിക്ക് താഴെയാണെന്നോ ആണ്. എന്നാൽ അതാണ് ഏറ്റവും വലിയ തെറ്റ്. സത്യമെന്താണെന്ന് വെച്ചാൽ, ദൈവം തൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ആ പൊക്കിഷത്തിൻ്റെ അഥവാ ആ മഹാനിധിയുടെ മൂല്യം തിരിച്ചറിയാൻ കഴിയാത്ത അയാളുടെ തന്നെ അറിവില്ലായ്മയും കഴിവുകേടുമാണത്. പ്രപഞ്ചം തനിക്ക് നൽകിയ ഒരു വലിയ വരദാനത്തെ ചവിട്ടി മെതിക്കുമ്പോൾ അയാൾ സ്വയം ചെറുതാകുകയാണ് ചെയ്യുന്നത്. ശാന്തമായ പരിവർത്തനം. എന്നാൽ ഒന്നോർക്കുക, നിങ്ങൾ ആവർത്തിച്ച് അവളെ മുറിപ്പെടുത്തുമ്പോൾ അറിയാതെ തന്നെ വലിയൊരു മാറ്റത്തിനാണ് നിങ്ങൾ തിരികൊളുത്തുന്നത്. ഒരു ഉത്തമയായ സ്ത്രീയുടെ മനസ്സ് വേദനിക്കുമ്പോൾ അവർ മറ്റുള്ളവരെ പോലെ തെരുവിലിറങ്ങി ബഹളം വയ്ക്കില്ല, വീട്ടിലെ സാധനങ്ങൾ അടിച്ചു തകർക്കില്ല, സങ്കടം സഹിക്കവയ്യാതെ ഒരു മൂലയിലിരുന്ന് ജീവിതം അവസാനിച്ചു എന്ന് കരുതി വിലപിക്കില്ല. അവിടെ സംഭവിക്കുന്നത് ആർക്കും കാണാൻ കഴിയാത്ത ഒരത്ഭുതമാണ്. കണ്ണാടി പോലെ ശാന്തമായ ആ മനസ്സിനുള്ളിൽ ഒരു കൊടുങ്കാറ്റ് രൂപപ്പെടാൻ തുടങ്ങുകയാണ്. രാത്രികളിലെ ആത്മവിചാരം. ഈ രഹസ്യത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഞങ്ങളുടെ ഈ ഹൃദയസ്പർശിയായ പരിശ്രമം നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാണക്യതന്ത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ രാത്രികളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ലോകം നിശബ്ദമാകുമ്പോൾ ആ നീണ്ട രാത്രികളിൽ അവളുടെ ചിന്തകൾ ഉണരാൻ തുടങ്ങും. ഞാൻ ആരാണ്? എൻ്റെ സ്നേഹത്തിനിവിടെ എന്തു വിലയാണുള്ളത്? എന്തിനാണ് ഞാൻ ഇത്രയധികം സഹിക്കുന്നത്? എൻ്റെ ആത്മാഭിമാനം എവിടെ? ഇങ്ങനെ അഗ്നി പോലെ പൊള്ളുന്ന ചോദ്യങ്ങൾ അവളിൽ ഉയരും. അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം. ഓർക്കുക, ഈ ചിന്തകൾ അവളെ തളർത്തുകയല്ല, മറിച്ച് അവളെ പഴുപ്പിച്ചെടുക്കുകയാണ്. സ്വർണത്തെ തീയിലിട്ടാൽ അതെങ്ങനെ കൂടുതൽ ശോഭിക്കുമോ അതുപോലെ അവളുടെ ഉള്ളും കൂടുതൽ തെളിമയുള്ളതാകും. അവളുടെ സ്നേഹം വെറുമൊരു നേരമ്പോക്കായിരുന്നില്ല. തൻ്റെ സമയം, തൻ്റെ സ്വപ്നങ്ങൾ, തൻ്റെ ആയുസ് പോലും നിങ്ങൾക്കായി നൽകിയ ഒരു പരിശുദ്ധാത്മാവാണത്. ഞാൻ ഇത്ര കൊടുത്തു, പകരം എനിക്ക് എന്ത് കിട്ടി എന്നൊരു കണക്ക് പുസ്തകവും അവൾ ഒരിക്കലും സൂക്ഷിച്ചിരുന്നില്ല. അവളുടെ സ്നേഹം നിരുപാധികമായിരുന്നു. അവൾ നൽകിയ പ്രാണവായു. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കൂ. ലോകം മുഴുവൻ നിങ്ങളെ തള്ളിപ്പറഞ്ഞപ്പോൾ, നിങ്ങൾ നിങ്ങളെ തന്നെ സംശയിച്ചപ്പോൾ, തളർന്നു വീണപ്പോൾ നിങ്ങളെ താങ്ങി നിർത്തിയത് ആ സ്ത്രീയുടെ വിശ്വാസമായിരുന്നു. നിങ്ങളെക്കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞ് അവൾ നൽകിയ കരുത്താണ് ഇന്ന് നിങ്ങൾ നിൽക്കുന്ന ഈ പീഠം. ആ സ്നേഹം വെറുമൊരു വൈകാരികതയല്ല, അതൊരു വലിയ ശക്തിയാണ്. എന്നാൽ ആ പരിശുദ്ധമായ സ്നേഹത്തെ നിങ്ങൾ അവഗണിക്കുമ്പോൾ അവിടെ നാശമല്ല ഉണ്ടാകുന്നത്, മറിച്ച് ഒരു വലിയ തിരിച്ചറിവാണ്. അവളുടെ കണ്ണുകൾ തുറക്കപ്പെടുകയാണ്. ആത്മാഭിമാനത്തിൻ്റെ ഉദയം. മുൻപ് ചെയ്ത വലിയ തെറ്റുകൾ പോലും അദ്ദേഹമല്ലേ എന്ന് കരുതി അവൾ പുഞ്ചിരിയോടെ ക്ഷമിച്ചു. സഹിച്ചും ക്ഷമിച്ചും നിന്നാൽ എന്നെങ്കിലും നിങ്ങൾ മാറുമെന്ന് അവൾ വെറുതെ മോഹിച്ചു. എന്നാൽ ഇപ്പോൾ അവൾക്ക് ബോധ്യമായിരിക്കുന്നു, ആ മൗനത്തിനും ത്യാഗത്തിനും ഒരു വിലയുമില്ലെന്ന്. തന്നെ തകർക്കുന്ന ഒരിടത്ത് തൻ്റെ ആത്മാഭിമാനം ബലി കൊടുക്കുന്നത് തെറ്റാണെന്ന് അവൾ ഉറപ്പിക്കുന്നു. അത് കാണിക്കാൻ അവൾ പടവാളെടുക്കില്ല, മറിച്ച് അവളുടെ മനസ്സിനെ ബുദ്ധിപൂർവം പാകപ്പെടുത്തും. അതിർവരമ്പുകൾ നിശ്ചയിക്കപ്പെടുന്നു. തൻ്റെ ഹൃദയവാതിൽ ഇനി ആർക്കു വേണ്ടിയും തുറന്നുകൊടുക്കരുത് എന്ന വലിയ പാഠം അവൾ സ്വയം പഠിക്കുന്നു. അവൾ നിങ്ങളോട് വഴക്കിടാൻ വരില്ല, പക്ഷേ ഒരു ലക്ഷ്മണരേഖ അവൾ അവിടെ വരയ്ക്കും. തൻ്റെ സമാധാനം സംരക്ഷിക്കാൻ അവൾ പഠിച്ചു കഴിഞ്ഞു. അലറുന്നതിനേക്കാൾ വലിയ ശക്തി മൗനത്തിനുണ്ടെന്നവൾ തിരിച്ചറിയുന്നു.
ഇവിടെയാണ് പല പുരുഷന്മാർക്കും പിഴയ്ക്കുന്നത്. അവൾ എങ്ങോട്ട് പോകാനാണ്, എൻ്റെ കൂടെയല്ലേ ഉള്ളത് എന്ന അഹങ്കാരത്തിൽ അവരാ സ്നേഹത്തെ വെല്ലുവിളിക്കുന്നു. ക്ഷമയുടെ അന്ത്യം. ഭാര്യയുടെ വിശ്വസ്തതയും ക്ഷമയും അളക്കാൻ നിൽക്കരുത്. കാരണം എല്ലാത്തിനും ഒരതിരുണ്ട്. ആ അതിർവരമ്പ് അവൾ ഒരിക്കൽ ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലോകം മുഴുവൻ കീഴടക്കി അവളുടെ കാൽക്കൽ വെച്ചാലും അവൾ പഴയ നിലയിലേക്ക് മടങ്ങി വരില്ല. സ്നേഹം വറ്റിപ്പോയി എന്നല്ല, മറിച്ച് ഇനി ഇത് മതിയെന്ന് അവൾ സ്വയം തീരുമാനിച്ചു കഴിഞ്ഞു. ആ നിമിഷം മുതൽ അവളുടെ ശ്രദ്ധ നിങ്ങളിൽ നിന്ന് മാറി അവളിലേക്ക് തന്നെ ചുരുങ്ങും. അത് വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. അവളിലെ പുനർജന്മം. നിങ്ങൾക്കായി മാത്രം ചിലവാക്കിയ ആ സ്നേഹവും ഊർജവും ഇനി അവൾ അവൾക്കായി ഉപയോഗിക്കും. അവളുടെ സ്വപ്നങ്ങൾ, അവളുടെ സന്തോഷങ്ങൾ, അവളുടെ വളർച്ച, അതിൽ അവൾ ശ്രദ്ധാലുവാകും. അവളെ തകർക്കാൻ നിങ്ങൾ എറിഞ്ഞ കല്ലുകൾ കൊണ്ട് അവൾ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കും. നിങ്ങൾ വിചാരിച്ചതിലും വലിയ വ്യക്തതയോടെ അവൾ ജീവിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഭർത്താവിന് വലിയൊരു തിരിച്ചടി നേരിടുന്നത്. താൻ ഇത്രയും കാലം കണ്ട ആ പാവം പെണ്ണല്ല ഇതെന്ന തിരിച്ചറിവ് അയാളെ ഞെട്ടിക്കും. പുരുഷന്റെ അഹങ്കാരത്തിൻ്റെ തകർച്ച. ഭാര്യ എപ്പോഴും തനിക്ക് കീഴ്പ്പെട്ടിരിക്കും, താൻ എന്തു ചെയ്താലും അവൾ പൊറുക്കും എന്നൊക്കെയായിരുന്നു അയാളുടെ അന്ധമായ വിശ്വാസം. ആ ഒരു ധൈര്യത്തിലാണ് അയാൾ പലപ്പോഴും തെറ്റുകൾ ആവർത്തിച്ചത്. എന്നാൽ ഇപ്പോൾ അവിടെ ആ പഴയ സ്ത്രീയല്ല ഉള്ളത്. തന്നെ ബഹുമാനിക്കാത്ത ഒരിടത്ത് നിന്ന് അവൾ എന്നേ മനസ്സുകൊണ്ട് പടിയിറങ്ങിപ്പോയിരിക്കുന്നു. അവളിപ്പോൾ ജീവിക്കുന്നത് തനിക്ക് തന്നെ മര്യാദ നൽകുന്ന ഒരു ലോകത്താണ്. നിശബ്ദതയിലെ കൊടുങ്കാറ്റ്. ഇപ്പോൾ അവളെ നോക്കിയാൽ വലിയ ശാന്തത തോന്നും. പഴയ ആ നിലവിളിയോ പരാതിയോ കെഞ്ചലോ ഒന്നും അവിടെ കാണില്ല. അത് ഭർത്താവിനെ ശരിക്കും ഭയപ്പെടുത്തും. കാരണം നല്ല സ്ത്രീകൾക്കൊരിക്കലും കെഞ്ചേണ്ടി വരില്ല. തന്നെ മുറിപ്പെടുത്തുന്നവരുടെ പിന്നാലെ അവർ യാചിച്ചാറില്ല. അവർ ഒരടി പിന്നോട്ട് വയ്ക്കും, ആഴത്തിൽ ചിന്തിക്കും, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ സ്വന്തം വഴിക്ക് പോകും. ഉള്ളിലെല്ലാം തകർന്ന് ചിതറുമ്പോഴും അവർ കരുത്തുറ്റവരായി പുറമേ നിൽക്കും. ആ വേദനയാണ് അവരെ പുതിയൊരു മനുഷ്യനായി മാറ്റുന്നത്. വിജയകരമായ മടക്കം. തുടക്കത്തിൽ അവൾക്ക് ഇടർച്ചകളുണ്ടാകാം, ഒറ്റപ്പെടൽ അനുഭവപ്പെടാം. പക്ഷേ സ്ത്രീകൾ മഹാസമുദ്രം പോലെയാണ്. താഴേക്ക് പോകുന്തോറും അവർക്ക് കരുത്തു കൂടും. ഒടുവിൽ അവൾ അകന്നു പോകുമ്പോൾ യാതൊരു ബഹളവും ഉണ്ടാവില്ല. ആ നിശബ്ദതയാണ് ഏറ്റവും ഭീകരം. ആ നിശബ്ദതയുടെ അർത്ഥമിതാണ്: ഇനി എനിക്ക് നിങ്ങളെ ആവശ്യമില്ല, എൻ്റെ സമാധാനമാണ് എനിക്കെല്ലാറ്റിലും വലുത്. അന്ന് നിങ്ങൾ തോറ്റുപോകും. തിരിച്ചറിയപ്പെടാത്ത ശിക്ഷ. സ്നേഹമില്ലാത്ത ദാമ്പത്യം ഒരു യുദ്ധക്കളമായി മാറരുത്. സമാധാനം ലഭിക്കേണ്ട ഒരിടത്ത് എന്നും ശത്രുതയോടെ ജീവിക്കാൻ ആർക്കും കഴിയില്ല. ഇത് മനസ്സിലാക്കുമ്പോൾ അവൾ നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ വരില്ല, മറിച്ച് നിങ്ങളെ അങ്ങ് സ്വതന്ത്രനാക്കും. ആ സ്വതന്ത്രമാക്കലുണ്ടല്ലോ, അതാണ് ഒരു പുരുഷന് ലഭിക്കുന്ന ഏറ്റവും കഠിനമായ ശിക്ഷ. തനിക്കിനിയും സമയമുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചു. എന്നാൽ നിങ്ങൾ വിളിക്കാൻ ചെല്ലുമ്പോഴേക്കും അവൾ നിങ്ങളെ ഒരു ഓർമ്മ മാത്രമാക്കി ദൂരേക്ക് മറഞ്ഞുപോയിട്ടുണ്ടാകും. പ്രായച്ചിത്തമില്ലാത്ത നഷ്ടം. അവളിപ്പോൾ നിങ്ങളോട് ദേഷ്യത്തിലല്ല, മറിച്ച് നിങ്ങളില്ലാത്ത ഒരു ലോകത്ത് അവൾ സന്തുഷ്ടയാണ്. അമൂല്യമായ ആ സ്നേഹത്തെയാണ് താൻ കളഞ്ഞുകുളിച്ചതെന്ന് നിങ്ങൾ അപ്പോൾ മാത്രമേ തിരിച്ചറിയൂ. അത്തരമൊരു കളങ്കമില്ലാത്ത സ്നേഹം ഇനി ഏത് സ്വർണ്ണഖനിയിൽ തിരഞ്ഞാലും നിങ്ങൾക്ക് കിട്ടില്ല. കഷ്ടകാലത്ത് നിഴലായി നിന്ന, യാതൊരു ലാഭവും നോക്കാതെ സ്നേഹിച്ച ആ ഉള്ളം ഒരു വജ്രമായിരുന്നു. അത്തരമൊരു വ്യക്തിയെ നഷ്ടപ്പെടുന്നത് ഒരു കുടുംബത്തിൻ്റെ തകർച്ചയാണ്. അലയൊലികൾ. അവളില്ലാത്ത ആ വീട് ഒരു ശവപ്പറമ്പ് പോലെ നിശബ്ദമാകും. ആ മൗനം നിങ്ങളുടെ ഉറക്കം കെടുത്തും. വേറെ എവിടെ നിങ്ങൾ സമാധാനം തിരഞ്ഞാലും ഭാര്യ നൽകിയ ആ മാതൃത്വത്തിൻ്റെ കരുതൽ മറ്റൊരിടത്തും ലഭിക്കില്ല. അവൾ നിങ്ങളെ വെറുമൊരു ഭർത്താവായിട്ടല്ല, തൻ്റെ ജീവിതം തന്നെയായിട്ടാണ് കണ്ടത്. നിങ്ങളുടെ തെറ്റുകൾക്കിടയിലും നിങ്ങളുടെ നന്മയെ അവൾ കണ്ടുപിടിച്ചു. അങ്ങനെയുള്ളൊരത്ഭുതത്തെയാണ് നിങ്ങൾ സ്വന്തം കൈകൊണ്ട് എറിഞ്ഞുടച്ചത്. അവസാനമായി ഒരു കാര്യം കൂടി.
ഒരു നല്ല പെണ്ണിനെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾ അവളെ മാത്രമല്ല ഇല്ലാതാക്കുന്നത്, നിങ്ങളുടെ തന്നെ ജീവിതത്തിലെ ഐശ്വര്യത്തെയും സമാധാനത്തെയുമാണ്. അവൾ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് കിട്ടിയാലും അത് പഴയതുപോലെ ആവില്ല. കാരണം ഉടഞ്ഞുപോയ ഒരു കണ്ണാടി എത്രയൊക്കെ ഒട്ടിച്ചു വെച്ചാലും അതിലെ വിള്ളൽ മായുകയില്ല. യഥാർത്ഥ സ്നേഹം ആരുടെ മുന്നിലും കെഞ്ചില്ല. മര്യാദയില്ലാത്ത ഒരിടപ്പ് അതൊരു നിമിഷം പോലും നിൽക്കില്ല. ഒരു നല്ല പങ്കാളിയെ വേദനിപ്പിക്കുന്നത് കയ്യിലുള്ള വജ്രം കളഞ്ഞിട്ട് റോഡിലെ കല്ല് പെറുക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് കൂടെയുള്ള ആ സ്നേഹത്തെ ഇപ്പോഴേ മാനിക്കുക. അതില്ലാതായ ശേഷം കരയുന്നതിനേക്കാൾ എത്രയോ വലിയ ബുദ്ധിയാണ് അത് കൂടെയുള്ളപ്പോൾ പൊന്നുപോലെ സൂക്ഷിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഇത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഹൃദയസ്പർശിയായ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.